കൊട്ടാരക്കര ദിണ്ടുഗൽ ദേശീയപാതയിൽ പീരുമേട് ടൗണിന് സമീപത്തെ പാലത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനും അപകടാവസ്ഥയിലായ കൈവരികൾ പുനർനിർമ്മിക്കാനും നടപടി വൈകുന്ന വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു. പീരുമേട്ടിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി നൽകിയ പരാതിയിൽ അടുത്ത ദിവസം പീരുമേട്ടിൽ വെച്ച് നടക്കുന്ന കമ്മീഷന്റെ സിറ്റിംഗിൽ ഈ വിഷയം പ്രധാന പരിഗണനയാകും എന്നറിയിച്ചു. മഴക്കാലത്ത് പീരുമേടിലെ പുതിയ പാലത്തിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് കാരണം അവിടെ പോകുന്ന യാത്രക്കാർക്കും അതുപോലെ തന്നെ ആ വഴി നടന്നു പോകുന്ന കാൽനടക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുപോലെ തന്നെ അവിടെ കൈവരി അപകടാവസ്ഥയിലാണ്. ഏത് നേരവും അത് പൊളിഞ്ഞ് പോകുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൈവരി മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടിന് ശ്വാസത പരിഹാരം കാണുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് പരിഗണിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് എത്രയും വേഗം ഈ കൈവരി മാറ്റി സ്ഥാപിക്കുമെന്നും അതുപോലെ തന്നെ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കുമെന്നും മറുപടി നൽകുകയും ചെയ്തു. നാളിതുവരെ ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന 17-ാം തീയതി പീരുമേട് ഗസ്റ്റ് ഹൗസിൽ നടക്കുന്ന മനുഷ്യാവകാശ സിറ്റിംഗിൽ ഈ കേസ് വളരെ ഗൗരവത്തോടുകൂടി പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ എനിക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. ദേശീയപാത 183 പീരുമേട് ടൗണിന് സമീപം സ്ഥിതി ചെയ്യുന്ന പാലമാണ്. വീതി കുറഞ്ഞ പാലമായതിനാൽ തന്നെ വാഹനങ്ങൾ വരുന്ന സമയത്ത് ഇതുവഴി പോകുന്ന കാൽനട യാത്രക്കാർക്ക് ഒന്ന് വിശ്വസിച്ച് പാലത്തിൻ്റെ സൈഡിലേക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കോൺക്രീറ്റ് അടക്കം ഇളകി കമ്പി തെളിഞ്ഞു നിൽക്കുകയാണ്. തികച്ചും അപകടാവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിൻ്റെ അപകടാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യവും ശക്തമാകുന്നു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.